നമസ്കാരം, ഞാൻ അനന്തലക്ഷ്മി. തനിമ സ്പെഷ്യൽ ന്യൂസ്. കാട്ടാക്കട ജീനിയസ് അക്കാദമിയിൽ സെപ്റ്റംബർ 2-3 തീയതികളിലായി ഓണാഘോഷം നടന്നു. കൊണ്ടാട്ടം 2025 എന്ന പേരിൽ നടന്ന ഓണാഘോഷം കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ ആശംസകൾ അറിയിച്ചു. പ്രിൻസിപ്പൽ വിഷ്ണു അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ SSLC വിജയികൾക്ക് അനുമോദനവും മെമന്റോ വിതരണവും ഉണ്ടായിരുന്നു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മികച്ച സാന്നിധ്യം ആഘോഷത്തെ ഗംഭീരമാക്കി. തുടർന്ന് വടംവലി, ഓണസദ്യ, അത്തപ്പൂക്കള മത്സരം, കായിക മത്സരങ്ങളും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ജീനിയസ് അക്കാദമിയിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്ത ഓണാഘോഷം വൻ വിജയമായിരുന്നു. ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ ഈ കാട്ടാക്കടം സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും തിളക്കമാർന്ന നിലയിലേക്ക് ഉയർന്നു വരാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ എണ്ണവും ഇവിടെ പങ്കെടുക്കുന്നവരുടെ പങ്കാളിത്തവും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മറ്റൊരു വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഓണമാണ്, എല്ലാ കുട്ടികൾക്കും അവധിക്കാലമാണ്. നിങ്ങളുടെ ഒരു കൂട്ടായ്മ, ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കളെ കാണുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം നമുക്കിടെ വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാടിനെ ത്രസിപ്പിച്ച കോവിഡും അതോടൊപ്പം തന്നെ പ്രളയവും അല്ലാതെ നമുക്ക് ഓണത്തിൽ നിന്നും പിന്തിരിയേണ്ടി വന്നു. എല്ലാ ആഘോഷങ്ങളിൽ നിന്നും നമുക്ക് പിന്തിരിയേണ്ടി വന്നു. എന്നാൽ അതിനെല്ലാം അതിജീവനമാണ് ഏറ്റവും വലിയ നമ്മുടെ ഉയർച്ച. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ കെൽപ്പുള്ളവരാണ് നമ്മുടെ കൊച്ചുമക്കൾ. ഇന്നലകളിൽ നമ്മുടെ പൂർവികർ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യാൻ ചെയ്യുന്ന സാംസ്കാരിക കൂട്ടായ്മകളുടെ ഉടമകളാണ് എങ്കിൽ മറ്റെല്ലാ ഉത്സവത്തിനേക്കാളും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തിനു പുറത്തും അതിരുകളില്ലാതെ മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിലിരിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് പാരലൽ കോളേജുകളെ അപേക്ഷിച്ച് നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ജീനിയസ് അക്കാദമി. എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ കൊച്ചുമക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ നന്നായി പഠിക്കണം. ലോകത്തിനും രാജ്യത്തിനും മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്നും മലയാള തനിമ നിലനിർത്തിക്കൊണ്ട് മലയാളികളുടെ യശസ് കൂടുതൽ ഉയർത്തി കാണിച്ചുകൊണ്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം.